എടാ തലേന്ന് കുന്തുരുന്ന് മാറ്റം. നാളെ ഇവിടെ തണുപ്പും നല്ല ആൽക്കഹോളിക് മൂടും. അപ്പം എങ്ങനെ? ആൽക്കഹോളിൻ്റെ പരിപാടിയൊന്നുമില്ല. മദ്യം വിഷമാണ്. വേണമെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ പോയാണ് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു ഹോട്ടൽ പറയും, കുറച്ച് നാളുകൊണ്ട് അവൻ എന്നെ വിളിക്കും, അവിടെ പോയി ഭക്ഷണം കഴിച്ചാൽ. അത് മതി. ഫുഡ് എങ്കിൽ ഫുഡ് വാ പോവാം നമുക്ക്. ഫുഡ് വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ തണുപ്പത്ത്. നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കണം തണുപ്പത്ത്. പിന്നെ നാടൻ ഫുഡ് വേണം. എന്നാൽ പിന്നെ ഇങ്ങോട്ട് കയറിക്കും. ഇത് നമ്മൾ ടെൻഡർ കോക്കനട്ട് അല്ലേ? ഈ കട ആർക്കും അറിഞ്ഞുകൂടാത്തത്. എൻ്റെ ഫ്രണ്ടിനെ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. എന്നാൽ പരിചയപ്പെടാം. എങ്കിൽ വാ, അവിടുത്തെ ഫുഡ് പരിചയപ്പെട്ടാലോ? അടിപൊളി. ശരി വാ, ശരി പോരെ. ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നല്ലായിരുന്നു. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനും നിങ്ങളെ ഫുഡ് ഒന്ന് പരിചയപ്പെടുത്താനും വന്നു. നമ്മുടെ ഒരു പുതിയൊരു ഷെഫ് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ ഷെഫ് നല്ല നാടൻ ഐറ്റം ഒക്കെ പുള്ളി നല്ലതായിട്ട് ചെയ്യും. എന്തായാലും അപ്പം നമ്മൾ വന്ന സമയം അടിപൊളി. എന്തൊക്കെയുണ്ട് നാടൻ വിഭവങ്ങൾ? നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ട്, നമുക്ക് കപ്പ ബിരിയാണി ഉണ്ട്, പാൽക്കപ്പ ഫിഷ് ഉണ്ട്, പിന്നെ ഏത് നാടൻ ഐറ്റം വേണേലും നമ്മൾ ചെയ്യും. പുതിയ ഷെഫ് എല്ലാം നല്ലതായിട്ട് ചെയ്യുന്നതാണ് നാടൻ ഐറ്റം. എങ്കിൽ പിന്നെ നമുക്ക് തട്ടുകട ചിക്കൻ ഫ്രൈയും കപ്പ ബീഫും BDF-ഉം പിന്നെ 3 പൊറോട്ടയും എടുത്തു. പിന്നെ അതൊക്കെ കൊള്ളാം. ഞാൻ ഇവിടെ നല്ല ഫുഡാണെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്നത്. നല്ല ഫുഡായിരിക്കുമല്ലേ? പിന്നെ അപ്പോൾ എന്തോരും നല്ല കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും. പിന്നെ ഓക്കെ ആണല്ലേ? 100%. ശരിയാണ്. നാടൻ BDF ബീഫ് ഫ്രൈ, ഇത് തട്ടുകട ചിക്കൻ ഫ്രൈ, ഇതാണ് കപ്പ ബീഫ്, വാഴയിലുള്ള കപ്പ ബീഫ്. ഓക്കെ, എൻജോയ്. ഓക്കെ, സ്പെഷ്യൽ കോക്കനട്ട് വാട്ടർ 100% പ്യുവർ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഈ അടുത്ത കാലത്ത് ഞാൻ കഴിച്ച നാടൻ ഫുഡ് വെച്ചുള്ള നല്ല ഫുഡായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ പറഞ്ഞ കണക്ക് നിങ്ങൾ എൻ്റെ മാനം കാത്തു. അടിപൊളി ഫുഡായിരുന്നു. ഓക്കെ, അതുപോലെ ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് കപ്പ ബിരിയാണി ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. ബാക്കി നല്ല എൻ്റെ അഭിപ്രായം പറഞ്ഞു.